തത്വോപദേശം ശ്രീരാമൻ തുടരുന്നു. ദേഹത്തെ അടിസ്ഥാനമാക്കിയുള്ള ചിന്ത മനുഷ്യരെ ഒന്നിനൊന്ന് മോഹാകുലരാക്കി തീർക്കുന്നു. ദേഹാഭിമാനം ദോഷങ്ങൾക്കിടവരുത്തുകയും ചെയ്യുന്നു. ഞാൻ എൻ്റെ എന്നു വിചാരിച്ചു നടക്കുന്ന സമയത്തു മരിച്ചു പോകുന്നു. അവിദ്യ സംസാരകാരിണിയാണ്. വിദ്യയാകട്ടെ സംസാരനാശിനിയും. ലക്ഷ്മണന്റെ ക്രോധം ശമിപ്പിക്കുന്നതിന് ശ്രീരാമൻ തത്വചിന്തകൾ എടുത്തു നിരത്തുന്നു. സന്തോഷമാകുന്നത് സ്വർഗത്തിലെ ഉദ്യാനം ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കതീതമായി വർത്തിക്കുന്നത് ആത്മാവാണെന്ന് ഉപദേശിക്കുന്നു. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നിതോർക്കനീ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും. ദേഹമല്ലോർക്കിൽ ഞാനായതാത്മാവെന്നു മോഹൈകകന്ത്രിയായുള്ളതോ വിദ്യകൾ. സംസാരകാരിണിയായതാ വിദ്യയും സംസാരനാശിനിയായതു വിദ്യയും. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസ ഏകാന്തചേതസ ചെയ്യുക വേണ്ടുന്നതും. തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നു മറീകനീ. മുക്തിക്കു വിഘ്നം വരുത്തുവാനെത്രയും ശക്തിയുള്ളോന്നതിൽ ക്രോധമറികടൂ. മാതാപിതൃ ഭ്രാതൃ മിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നതു പുമാൻ. ക്രോധമൂലം മനസ്താപമുണ്ടായി വരും. ക്രോധമൂലം നൃണാം സംസാരബന്ധനം. ക്രോധമല്ലോ നിജ ധർമ്മക്ഷയകരം. ക്രോധം പരിത്യജിക്കേണം ബുധാജനം. ക്രോധമല്ലോ യമനായതു നിർണയം. വൈതരണ്യക്കയാകുന്നതു തൃഷ്ണയും. സന്തോഷമാകുന്നതു നന്ദനം വനം. സന്തതാം ശാന്തിയെ കാമസുരഭികൾ. ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്കനീ. സന്താപമെന്നാലൊരു ജാതിയും വരാ. ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്തമേലി വസിപ്പതാത്മാവു കേൾ. ശുദ്ധ സ്വയം ജ്യോതിരാനന്ദ പൂർണ്ണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപ്പം പരം നിർവികാരം ഘനം. സർവൈകകാരണം സർവജഗന്മയം സർവൈകസാക്ഷിണം സർവജ്ഞമീശ്വരം. സർവദാ ചേതസി ഭാവിച്ചു കൊൾകനീ.